അങ്ങനെ ഫൈനലി ജനനായകൻ റിലീസ് ആയിരിക്കുകയാണ്. ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഇളയ തളപതി സി ജോസഫ് വിജയുടെ ലാസ്റ്റ് ഡാൻസ്. ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടും അതിന്റെ പ്രിന്റ് വരെ ലീക്കായിട്ട് ഈ ഒരു സിനിമ ഇപ്പോൾ തിയേറ്ററിൽ എത്തിയെങ്കിൽ, ആളുകൾ ടിക്കറ്റ് എടുത്തത് കാണുന്നുവെങ്കിൽ ഒരു വലിയൊരു ക്രൗഡിനെ പുൾ ചെയ്യാൻ അദ്ദേഹത്തിന് ഇപ്പോഴും സാധിക്കുന്നു. ആൻഡ് അതാണ് അദ്ദേഹത്തിന്റെ ഒരു ഓറ. ഡയറക്ടർ എച്ച് വിനോദ്, മ്യൂസിക് ബൈ അനിരുദ്ധ് കത്തിച്ചിട്ടുണ്ട്. ഒരു കംപ്ലീറ്റ് വിജയ് സിനിമ. ഇവിടെയും ആ ഒരു രക്ഷകൻ റോൾ. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഐ എൻജോയ്ഡ് ദ മൂവി, നോട്ട് ബിക്കോസ് ഐ എം എ വിജയ് ഫാൻ. ആ ഒരു സ്വാഗും ആ ഒരു ആക്ഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഒരാളെ വൺ ലാസ്റ്റ് ടൈം വലിയൊരു സ്ക്രീനിൽ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആൻഡ് ഐ വിഷ് ഈ ഒരു സിനിമ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് സിനിമയാകരുത്. കാരണം ഇനിയും ഇതുപോലുള്ള ഒരു ക്രൗഡിനെ പുള്ളി ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റും. ഇത്രയും ഗട്സ് ഉള്ള ഒരു നടൻ വേറെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. സിനിമയിലൊക്കെ അല്ലേ ഇത് നടക്കൂ എന്നത് റിയൽ ലൈഫിൽ കാണിച്ചു തന്ന ഒരാളാണ് അദ്ദേഹം. ഒരു സിനിമ റിവ്യൂ ആയിട്ട് നിങ്ങൾ ഇതിനെ കാണണ്ട. ഒരു വിജയ് ഫാൻ അല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സിനിമകൾ ഇഷ്ടമുണ്ടെങ്കിൽ, ഒരു പുതിയ സിനിമ ലാസ്റ്റ് ആയിട്ട് വലിയൊരു സ്ക്രീനിൽ കാണണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി ഇൻ തിയേറ്റേഴ്സ്. റിവ്യൂ ഒന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം ആ ഒരു വൈബില് ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ രസമായിരിക്കും. ഇതിൽ നല്ലപോലെ പൊളിറ്റിക്സ് ഉണ്ട്. ആൻഡ് പൊളിറ്റിക്സിനോടൊപ്പം റിലീജിയസ് വാർ, സ്ത്രീ സുരക്ഷ, ജെൻഡർ ബയാസ്, ടെററിസം, അങ്ങനെ മൾട്ടിപ്പിൾ എലമെന്റ്സ് ഈ സിനിമയിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ എങ്ങനെ ഒരു നല്ല മനുഷ്യൻ ഒരു വില്ലനായി മാറുന്നു എന്നതും ഇതിൽ പറയുന്നുണ്ട്. പലപ്പോഴായിട്ട് അദ്ദേഹം പല വേദികളിൽ സംസാരിച്ച സ്പീച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഐ വുഡ് സേ ലൈക്ക് ഒരു കൈൻഡ് ഓഫ് PR വർക്ക് പോലെ തന്നെയാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ആൻഡ് വിജയ് സിനിമയിൽ നമ്മൾ എന്താണ് പിന്നെ എക്സ്പെക്ട് ചെയ്യേണ്ടത്? എല്ലാ സിനിമയിലും ഉള്ള പോലെ തന്നെ ഹി കംസ് ടു സേവ് ദ പീപ്പിൾ. അതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ലൈൻ. നമുക്ക് കണ്ടു പരിചയമുള്ള ഒരുപാട് ആക്ടേഴ്സ് ഇതിനകത്ത് ഉണ്ട്. പ്രകാശ് രാജ്, രേവതി, നരേൻ, പൂജ ആൻഡ് ബോബി ഡിയോൾ. അദ്ദേഹമാണ് ഇതിലെ വില്ലൻ. എസ്പെഷ്യലി മമിതയുടെ ഞാൻ തിയേറ്ററിൽ ഇരുന്നപ്പോൾ മമിതയുടെ ഒരു ഭാഗ്യത്തെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. അദ്ദേഹത്തെ പോലൊരു സ്റ്റാർഡമുള്ള ഒരാളുടെ ഒരു സിനിമയിൽ ഫസ്റ്റ് ഒരു 30 to 45 മിനിറ്റ്സ് കഴിഞ്ഞാൽ നല്ലൊരു സ്ക്രീൻ സ്പേസ് മമിതയ്ക്കുണ്ട്. ആൻഡ് ടുവേഴ്സ് ദ എൻഡ് ക്ലൈമാക്സിലൊക്കെ ഇതുപോലൊരു ആക്ടറിന്റെ കൂട്ടത്തിൽ സ്പേസ് പങ്കിടുക, അദ്ദേഹത്തോടൊപ്പം കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യാനൊക്കെ വരിക എന്നൊക്കെ പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്, ഒരു ലക്കാണ്. ഷീ ഹാസ് ഡൺ ഹർ പാർട്ട് വെൽ. ഞാൻ സിനിമയുടെ റിവ്യൂ നോക്കണ്ട. നിങ്ങൾ പലരും പല രീതിയിൽ പറയും. നമ്മൾ കണ്ടു വന്നിരിക്കുന്ന പ്ലോട്ടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇലക്ഷന് മുമ്പ് സിനിമ ഇറക്കാത്തതിന്റെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. അവർ പേടിച്ചിട്ട് തന്നെയാണ്. സിനിമയിലെ ഡാൻസ് കാര്യങ്ങളൊക്കെ അയ്യോ ഒരു രക്ഷയില്ലാത്ത ഡാൻസ്. ഞാൻ ആലോചിക്കായിരുന്നു ലൈക്ക് വിജയുടെ ലാസ്റ്റ് സിനിമ എന്നുള്ളൊരു ഇതോടെ ഞാൻ ആ സിനിമ കണ്ടപ്പോൾ ഒരുപാട് ഇമോഷൻസ് നമുക്ക് ഉള്ളിലൂടെ കടന്നു പോകും. ലോജിക്കലി നമ്മളൊന്നും നോക്കരുത്. സിനിമയെ തന്നെ കാണുക. ഒരു ഇതായിട്ട് കൺവിൻസിംഗ് ആയിട്ട് തോന്നാത്തത് VFX ആണ്. ഇത്രയധികം കാര്യങ്ങൾ ചെയ്തപ്പോൾ കുറച്ചും കൂടെയും ബഡ്ജറ്റ് ഒക്കെ കൊടുത്ത് നല്ലൊരു VFX എക്സ്പീരിയൻസ് കൂടെയും കൊടുക്കാമായിരുന്നു സിനിമയ്ക്ക് എന്ന് പേഴ്സണലി തോന്നി. സിനിമയെ ക്രിട്ടിസൈസ് ചെയ്ത് കീറി മുറിച്ച് അനലൈസ് ചെയ്യാനൊന്നും പോകുന്നില്ല. ഐ റിയലി എൻജോയ്ഡ് ദിസ് മൂവി. യു ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി ആൻഡ് കമന്റ് യുവർ തോട്ട്സ്. ജനനായകൻ, ഡയറക്ടർ എച്ച് വിനോദ്, ഇളയ തളപതി വിജയുടെ ലാസ്റ്റ് ഡാൻസ്.